സ്വാതന്ത്ര്യം കിട്ടിയോ? ചെറുതായിട്ട് സ്വാതന്ത്ര്യം കിട്ടി അല്ലേ? പുറത്തേക്കൊക്കെ ഒന്ന് വരാൻ പറ്റി, ഈ ക്ലാസ്സിനെങ്കിലും വരാൻ പറ്റി അല്ലേ? എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസ് നമ്മുടെ രൂപതയിൽ നിന്ന് അറേഞ്ച് ചെയ്തതിന് നമുക്ക് നന്ദി പറയാം. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ മതബോധന ക്ലാസ്സിലെ എത്രാമത്തെ ചാപ്റ്ററാണ്? 4ാമത്തെ ചാപ്റ്ററാണ്. എന്താണ് ചാപ്റ്ററിന്റെ പേര്? ലൈംഗികത ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ ഈ ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഒരു നിമിഷം പ്രാർത്ഥിച്ചു തുടങ്ങാം അല്ലെ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ രാജ്യം വരണമേ, അങ്ങനെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നത്തെ നല്ല ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛന് ഈ ക്ലാസ്സിലേക്ക് വരുന്ന ഒറ്റ വാക്കിൽ നിന്ന് പറയാൻ പറ്റും? പണമാണ്. അതിപ്പോ ഈ സ്വപ്ന സുരേഷിന്റെ ഇഷ്യൂ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെ? അതല്ലെങ്കിൽ കുറെ ഉണ്ട് അല്ലെ? പണത്തെ കുറിച്ചൊക്കെ ഉണ്ട്. പിന്നെ ഏതാണ് വിഷയം? സ്ത്രീയാണ്. ഓക്കെ, സ്ത്രീ എന്ന് പറഞ്ഞാൽ ലൈംഗികതയാണ് അല്ലെ? സ്ത്രീ എന്ന് പറഞ്ഞ ലൈംഗികതയല്ല, എന്നാലും അതാണ് അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. വെറുതെ ഒരു പെണ്ണിന്റെ ഹൈലൈറ്റ് ചെയ്യല്ല, അവളുടെ ലൈംഗികതയായിരിക്കാം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അച്ഛൻ ചോദിച്ചോട്ടെ, നിങ്ങൾ കണ്ട സിനിമകളിൽ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട ഏതെങ്കിലും സിനിമകളെ കുറിച്ച് ഒന്ന് പറയാമോ? ഏതാ? ഞാൻ മേരിക്കുട്ടി. അത് ശരിക്കും പറഞ്ഞാല് സ്ത്രീയെയാണ് കാണിക്കുന്നത്? അതോ ഒരു പുരുഷനായിട്ട് ജനിച്ച് ഒരു ആണായിട്ട് വളർന്ന അവൻ ഉള്ളിൽ തന്നെ തിരിച്ചറിയുന്ന അവനിൽ ഒരു സ്ത്രീത്വം ഉണ്ടെന്നല്ലേ? അപ്പൊ അതിനെ മീഡിയ മുതലാക്കിയിട്ട് സിനിമയാക്കി അതിനെ കുറച്ച് പ്രൊജക്ട് ചെയ്ത് അവനെ കുറച്ച് ഭംഗിയാക്കി സാരി കുറിപ്പിച്ച് അല്ലെ? അങ്ങനെ കാണിച്ചുകൊണ്ടാണ് അല്ലെ? നല്ലൊരു സിനിമയാണ് അല്ലെ? അതൊരു മനുഷ്യനിൽ വരുന്ന പരിവർത്തനത്തെ കാണിക്കുന്ന ഒരു സിനിമയാണ്. അവിടെയും ലൈംഗികതയെ ചൂഷണം ചെയ്യുന്ന അല്ലെങ്കിൽ ലൈംഗികതയെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന അതിലൂടെ ചില കാര്യങ്ങൾ ലോകത്തോട് പറഞ്ഞു കൊടുക്കുകയാണ്. അവള് കണ്ട സിനിമ ഏതാണ്? നോർത്ത് 24. ഓക്കെ. ലിംഗം മുറിക്കുന്ന ഒരു സിനിമ അല്ലെ? യെസ്, ആ ഒരു സിനിമ. ഒരു പെൺകുട്ടി, ഒരു നേഴ്സ് പെൺകുട്ടിയുടെ കോട്ടയം 22 ഫീമെയിൽ കോട്ട് അല്ലെ? കോട്ടയം അങ്ങനെയാണ്. യെസ്, അതും വളരെ മനോഹരമായി ചിത്രീകരിച്ച ഒരു സിനിമയാണ്. അത് സമൂഹത്തിൽ നടക്കുന്ന ചെറിയ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു തരികയാണ്. ആ യാഥാർത്ഥ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ പത്രവാർത്ത ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. ഇന്നത്തെ പത്രവാർത്തയില് നമ്മുടെ മാതൃഭൂമി മനോരമ ദിനപത്രത്തില് ഹൈലൈറ്റ് ചെയ്യപ്പെട്ട ഒരു വാർത്തയാണിത്. എന്താ വാർത്ത എന്ന് വായിച്ചവർക്ക്? സൗഹൃദവും ജീവിതവും വാഗ്ദാനം ചെയ്ത് പീഡനം. സൗഹൃദം നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് എല്ലാവരും പറയുന്നതാണല്ലേ? പ്രത്യേകിച്ച് ഗേൾസ് ആണ്. എന്റെ ഫ്രണ്ടാണ്. ഈ കഴിഞ്ഞ മാസം ഞാൻ അങ്കമാലിയിലേക്ക് എനിക്ക് പോകണം. ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് ഒരു കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ ഉണ്ടായത്? വൈകുന്നേരം ഇവൻ വീട്ടിലേക്ക് കയറി വന്ന് പറഞ്ഞ് എനിക്ക് ഇവിടെ തന്നെ കെട്ടിയാൽ മതി എന്നും പറഞ്ഞിട്ട് ഈ വെയിൽ കട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും അവരെല്ലാവരും പിടിച്ച് പുറത്താക്കി. അവസാനം അച്ഛനെ വിളിച്ചു, ഞാൻ പറഞ്ഞു കേസ് കൊടുക്കുക. എനിക്ക് എറണാകുളത്തെ SPയെ വിളിച്ചു, അതുപോലെ തന്നെ ബന്ധപ്പെട്ട പോലീസുകാരെ വിളിച്ചു ചോദിച്ചപ്പോൾ നമ്മുടെ ഫ്രണ്ട്സാണ് പരിചയമുള്ളവരോട് ചോദിച്ചപ്പോൾ അവളുടെ ഉള്ളിൽ കടന്നുപോയ കാര്യം മനസ്സിലായില്ല. രണ്ടാമതായിട്ട് ഇന്ന് മറ്റൊരു വാർത്ത അച്ഛന് പറയാനുള്ളത് നോക്കുകയും. എന്താ വാർത്ത വായിച്ചേ? ഇത് മാതൃഭൂമി പത്രത്തിൽ വന്നതാണ്. കുറെ ചർച്ച ചെയ്യും. ഏതെങ്കിലും ചർച്ച നടത്തിയിട്ട് എവിടെയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറഞ്ഞോ? ഇല്ല. അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് അവെയറാവണം, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം, എന്താണ് ഇവിടെ ശരിക്കും സംഭവിക്കുക. അപ്പം ഇനി കഥകൾ വായിക്കുകയാണെങ്കിൽ സിനിമയിലെ കഥകൾ പറഞ്ഞു. മോള് കണ്ട സിനിമയുടെ പേരെന്താ? പുതിയ നിയമം. പുതിയ നിയമം. അത് കേട്ട് കാണുമല്ലേ? കുറെ കാലമായി ഇറങ്ങിയിട്ട് കുറെ കാലമായി. മമ്മൂട്ടിയുടെ പടം അല്ലെ പുതിയ നിയമം. നയൻതാര സിനിമ നടി അല്ലേ? ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ കഥ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു റിവഞ്ച് എടുക്കുന്ന അല്ലെ, ചൂഷണം ചെയ്യപ്പെട്ടപ്പോൾ ആ സ്ത്രീ എടുക്കുന്ന തീരുമാനം കണ്ടോ? ഇവിടെയൊക്കെ ഹൈലൈറ്റ് ചെയ്യപ്പെടും. ഇങ്ങനെയുള്ള സിനിമകളൊക്കെ നന്നായി ഓടും. കാരണം എന്ന് വെച്ചാൽ ആളുകളുടെ ഉള്ളിലൊരു ആഗ്രഹമാണ്, തൃഷ്ണയാണ്, ഇതിലെന്താണ് എന്ന് അറിയാനായിട്ട്. ഇതിനെ നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ നമ്മൾ ഇന്ന് എടുക്കുന്ന നമ്മുടെ ക്ലാസ്സിന്റെ പേരൊന്നും കൂടെ പറയാമോ? സെക്ഷുവാലിറ്റി,
ഗിഫ്റ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റി അല്ലെ. എന്താണ് ലൈംഗികത, ദാനവും ഉത്തരവാദിത്വം. ഞാൻ ദാനം ഉത്തരവാദിത്വം രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് എടുക്കാം. ദാനം ഉത്തരവാദിത്വം. ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനം അല്ലെ, സമ്മാനമാകാം, ദാനം. ഇത് എടുക്കാം. ഇന്നലെ ഒരു സ്ഥലത്ത് വെഞ്ചിരിക്കാൻ പോയപ്പോ തന്നാ, എനിക്കത് തന്നാ. എനിക്കത് വലിയ ഇഷ്ടമായില്ല, ഞാൻ കണ്ടു കഴിഞ്ഞ വിഷമമാകും. പക്ഷെ ഇഷ്ടമായില്ല, ഇത് ഇവിടെ വെക്കാൻ മാത്രം ഗമ എനിക്കില്ല. ഇത്രയും നല്ലൊരു അല്ലേ. കാരണം അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്രയും കൊണ്ട് ഭംഗിയുള്ള ഏതെങ്കിലും നല്ലൊരു വീട്ടിലായിരുന്നോട്ടെ, നമുക്ക് വേണ്ട, ഇവിടെ വെക്കാൻ മാത്രം അത്രമാത്രം ഗമയില്ലല്ലോ, നമുക്ക് എടുത്ത് വെക്കാനായിട്ട്. പക്ഷെ ഇത് എനിക്കൊരാൾ തന്നതാ, ഇത് എനിക്ക് പറ്റിയതാ. അത് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ കൊടുക്കും. ഇതോ ഞാൻ കൊടുക്കില്ലേ, കാരണം ഇതെനിക്ക് പ്രിയപ്പെട്ട, എനിക്ക് എൻ്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഈ ദാനം എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. ഇത് മജുഗോറിയിലെ പരിശുദ്ധാമ്മ പ്രത്യക്ഷപ്പെട്ട അടുത്ത് നിന്ന് ഒരാൾ കൊണ്ടത്, അവിടുത്തെ ഒരു കല്ലാണിത്. അപ്പൊ ഇങ്ങനെ സമ്മാനം നമുക്ക് കിട്ടുന്നതൊക്കെ നമുക്ക് ചെറുത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അല്ലേ. നമ്മൾ ചില കൂട്ടുകാർക്ക് തന്ന സമ്മാനം നമ്മൾ എടുത്തു വെക്കും. അപ്പൊ ഇതുപോലെ ദൈവം തന്ന ഒരു ദാനമാണ് എന്ത്, നമ്മുടെ ലൈംഗിക. അതെങ്ങനെയാണ് അത് ലഭിച്ചതെന്ന് നമുക്കൊന്ന് പഠിക്കാം. അതാണ് ആദ്യം മനസ്സിലാക്കാൻ. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട ചില കാര്യങ്ങൾ, നമ്മൾ ഇതിനെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നമ്മുടെ ജീവശാസ്ത്രപരമായിട്ടുള്ള കണ്ണുകളിലൂടെ നമ്മൾ ഇതിനെ കാണണം. ബയോളജിക്കൽ ആയിട്ടുള്ള കണ്ണുകളിലൂടെ നമ്മൾ ഇതിനെ മനസ്സിലാക്കണം. സെക്ഷുവാലിറ്റി, എന്റെ ലൈംഗികത എന്താണെന്ന് ഞാൻ മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് സാമൂഹ്യപരമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ നമ്മൾ അതിനെ കാണണം. എന്താണ് ഈ സെക്ഷുവാലിറ്റിയെ നിർവചിക്കുന്നത്? അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങളുണ്ട്. ജെൻഡർ വൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. സെക്ഷുവാലിറ്റി, ആണും തമ്മിലുള്ള സൗഹൃദത്തിൽ സെക്ഷുവാലിറ്റി ഉണ്ട്, ആണും പെണ്ണും ഉണ്ട്, പെണ്ണും ആണും, അല്ലെങ്കിൽ പെണ്ണും ഉണ്ട്, ആണും ഉണ്ട്. അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞു തരാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ സമൂഹം എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, സമൂഹത്തിൽ കാണുന്ന ലൈംഗികതകളൊക്കെ എങ്ങനെയാണ്. രണ്ടാമതായി പിന്നീട് നമ്മൾ കാണേണ്ടത്, അപ്പൊ സാമൂഹികപരമായ കാഴ്ചപ്പാട്, ബയോളജിക്കൽ കാഴ്ചപ്പാട്. മൂന്നാമതായിട്ട് സഭ എന്താ പഠിപ്പിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് എടുക്കണം. എന്തൊക്കെയാണ്? ഒന്നാമത്തേത് എന്താണ്, സഭയുടെ പഠനങ്ങളിലൂടെ നമ്മുടെ ആത്മീയപരമായിട്ടുള്ള കണ്ണുകളിലൂടെ ലൈംഗികതയെ കാണണമെങ്കിൽ നമ്മൾ എന്നാ എടുക്കണം? വിശുദ്ധ ഗ്രന്ഥം അല്ലെ. ഒന്നാമതായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മൾ എടുക്കണം. രണ്ടാമതായിട്ട് നമ്മൾ എന്നാ എടുക്കണം? കത്തോലിക്ക നരേഷൻസ്. രണ്ട് രീതിയിലുള്ള വിവരണങ്ങളുണ്ട്. ഉൽപ്പത്തിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന്റെ എത്ര വിവരണങ്ങളാ? രണ്ട് ട്രഡീഷൻസ് ആണ്. നിങ്ങൾ ബൈബിള് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടാവും രണ്ട് ട്രഡീഷൻ. ഒന്ന് പ്രീസ്റ്റ്ലി ട്രഡീഷൻ ആൻഡ് യാഹ്വേസ്റ്റിക് ട്രഡീഷൻ അല്ലെ. അപ്പൊ ഈ ട്രഡീഷനിൽ രണ്ട് രീതിയിലുള്ള അവതരണം, രണ്ട് രീതിയിലുള്ള വിശ്വാസം എങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത് നോക്കാം. ഒന്നാമത്തെ ഭാഗം നമ്മൾ എടുക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ 26 മുതലുള്ള വായിക്കും. ദൈവം വീണ്ടും അരുൾ ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവന്റെയും ഭൂമിയിൽ ഇഴയുന്ന സർവ്വജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. അവനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. ശ്രദ്ധയോടെ കേൾക്കുക. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് വേണ്ടി സർവ്വതും സൃഷ്ടിച്ചു അല്ലെ. എല്ലാം നമുക്ക് ദൈവം തന്ന ദാനങ്ങളാണ്. എന്തൊക്കെ ദൈവം തന്ന ദാനങ്ങള്? നമുക്ക് ദൈവം തന്ന ദാനങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി എല്ലാം ദൈവം തന്ന ദാനങ്ങളാണ്. ഇനി പുറത്ത് എക്സ്റ്റേണൽ വേൾഡ്, ഇൻ ദ സെൻസ് നമ്മുടെ ബോഡിക്ക് പുറത്ത്, ശരീരത്തിന് പുറത്ത് ദൈവം ഇത് ദൈവം തന്ന ദാനം തന്നെയാണ്. എല്ലാം ഉണ്ട്. പക്ഷെ ഒരു കിട്ടിയ ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞു കൊടുത്തു. ഇതൊരു കണ്ണ് വേണമെങ്കിൽ മരിച്ചു കഴിയുമ്പോഴത്തോട്ടെ അല്ലെ. രണ്ട് കണ്ണില്ലാണ്ട് ഒരു ബുദ്ധിമുട്ടാണ്. അതിന്റെ ഒരു കോമ്പിനേഷൻ കിട്ടണമെങ്കിൽ രണ്ട് കണ്ണ് വേണം. പക്ഷെ ഇനിയിപ്പോ അത് അത്യാവശ്യമാണെങ്കിൽ അതും കൊടുക്കാൻ വേണമെങ്കിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. ഇതെല്ലാം ദൈവം തന്നതാണ് അല്ലേ. ഇപ്പൊ ദൈവം തന്ന ദാനങ്ങളൊക്കെ നമ്മുടെ സ്വന്തമാണ്. പക്ഷെ ഇവിടെ നോക്കണം, ഈ വിശുദ്ധ ഗ്രന്ഥ വായനയിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ഇവരോട് ഒരു കാര്യം ദൈവം പറഞ്ഞു, ഞാനിതാ
ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരും. സ്പെഷ്യൽ ഗിഫ്റ്റ് പറഞ്ഞല്ലോ, നിങ്ങൾ ഭൂമിയിൽ പെരുകുക. അപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമാണ്, ഈ ചന്ദ്രനെ സൃഷ്ടിച്ച ദൈവമാണ്, താരാഗണങ്ങളെ സൃഷ്ടിച്ച ദൈവമാണ്, സൂര്യനെ സൃഷ്ടിച്ച ദൈവമാണ്, ഈ പക്ഷിമൃഗാദികളെ വൃക്ഷലതാദികളെ സൃഷ്ടിച്ച ദൈവമാണ്, ഈ പുഴയെയും തോടിനെയും ഒക്കെ ദൈവമാണ് സൃഷ്ടിച്ചത്. ശരിയല്ലേ? വെള്ളമൊക്കെ സൃഷ്ടിച്ച ദൈവമാണ്. ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചപ്പോഴും ദൈവം ഒരു കാര്യം പറഞ്ഞു, ഇതാ നിനക്ക് ഞാനൊരു കാര്യം തരുന്നു, ഇത് നിന്റെ മാത്രമാണ്, നിന്റെ മാത്രമായിട്ട്. സൂര്യൻ എന്റെ മാത്രമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സൂര്യൻ ഞാൻ ആർക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല. ഈ ചന്ദ്രൻ എനിക്ക് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. ഈ ഉള്ള ഈ ഓക്സിജൻ എന്റേത് മാത്രമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിന്മേലൊന്നും തന്നെ എനിക്ക് യാതൊരു അവകാശവും ഇല്ല. നമുക്ക് അവകാശമുണ്ട് സൂര്യന്റെ മേല്, അവകാശമുണ്ട്. എനിക്ക് ഒരു ജനിച്ചതിന്റെ പുറത്ത്, നമ്മൾ ഈ ഭൂമിയിൽ വസിക്കുന്നതിന്റെ പുറത്ത് എന്റെ അവകാശമാണ് സൂര്യന്റെ പ്രകാശം. യെസ്, എന്റെ അവകാശമാണ് ഈ ഓക്സിജൻ, എന്റെ അവകാശമാണ് ഈ ഭൂമി. ശരിയാണ്. പക്ഷേ ദൈവം സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളുടെ മേലും ആർക്കാണ് അധികാരമുള്ളത്? ദൈവത്തിനാണ് അധികാരം, മനുഷ്യനല്ല. ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. എനിക്ക് സാധിക്കില്ല. ഈ ഭൂമിയിലെ ഓക്സിജൻ അളവ് കുറയ്ക്കാൻ എനിക്ക് പറ്റുമോ? കാർബൺ ഡയോക്സൈഡ് അളവ് കുറയ്ക്കാൻ പറ്റുമോ? എന്റെ തോന്നിവാസം കൊണ്ട് ചിലപ്പോൾ പറഞ്ഞേക്കാം, അല്ലേ? ശരിയാണ്. പക്ഷെ ഇതിനൊന്നും എനിക്ക് കൂട്ടാനും പറ്റില്ല, എനിക്ക് കൂട്ടാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം ദൈവമായ കർത്താവ് പറഞ്ഞു, നീ ഓക്സിജന്റെ അളവ് കൂട്ടണ്ട, നീ അതൊന്നും കൂട്ടണ്ട. പക്ഷേ ഇതാ നിനക്ക് ഞാനൊരു പ്രത്യേക അനുഗ്രഹം തരുന്ന, അത് ഞാൻ ചെയ്യത്തില്ല, നീ ചെയ്യണം. ഭൂമിയിൽ പെരുകുക. ഭൂമിയിൽ പെരുകാനുള്ള കഴിവ് ആർക്കാണ് തന്നിരിക്കുന്നത്? മനുഷ്യന് മാത്രം. മനുഷ്യന് ജീവജാലങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അത് പെരുകാനുള്ളത്. പക്ഷെ മനുഷ്യനോട് പ്രത്യേകത പറഞ്ഞിരിക്കുന്നത്, നമ്മൾ പഠിക്കുന്ന അനുസരിച്ച്, വിശുദ്ധ ഗ്രന്ഥം അനുസരിച്ച് നമ്മൾ പറയുന്നു, ഇതാ എനിക്ക് പെരുകാനുള്ള അനുഗ്രഹം അവിടെ തന്നു. എന്റെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഈ പെരുകാനുള്ള അനുഗ്രഹം. മനസ്സിലായല്ലോ? അനുഗ്രഹമാണ്. അടുത്ത് നോക്കാം. അങ്ങനെ അവിടുന്ന് പറഞ്ഞു, ഇതാ നിങ്ങൾക്ക് ഞാനൊരു കൃപ നൽകുകയാണ്. ഇത് ദൈവം മനുഷ്യന് ആലോചിച്ച് ചെയ്യാനായിട്ട് തന്നിട്ടുള്ള ഒരു ദാനമാണ്. ഈ ദാനത്തിന്മേൽ ആർക്കാണ് റെസ്പോൺസിബിലിറ്റി? എന്റെ ലൈംഗികതയിൽ ആർക്കാണ് റെസ്പോൺസിബിലിറ്റി? എനിക്ക് മാത്രം. എന്റെ ലൈംഗികതയിൽ എന്റെ റെസ്പോൺസിബിലിറ്റി മുഴുവൻ പൂർണ്ണമായിട്ട് എന്റെയാണ്, എന്റെ ലൈംഗികത. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇത് തന്നിരിക്കുന്നു, ഇനി വേറെ ആൾക്ക് കൊടുത്തിരിക്കുന്നു, വേറെ ആൾക്ക് കൊടുത്തിരിക്കുന്നു. പക്ഷെ ഇതിന്റെ ഉത്തരവാദിത്വം നിന്റേതാണ്. രണ്ടാമത് പഠിപ്പിക്കുന്ന കാര്യം ഒന്ന് വായിക്കാം. രണ്ടാമത്, ഇത് യാഹ്വേസ്റ്റിക് ട്രഡീഷൻ ആണ്. എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പറയും. അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും നരനിൽ നിന്ന് എടുക്കപ്പെട്ടത് കൊണ്ട് നാരി എന്ന് ഇവൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. ഇവിടെ നോക്കണേ, ഇവിടെ നാരി, ഇവിടെ മനുഷ്യനെ സൃഷ്ടിക്കുന്ന എവിടെ നിന്നാണ്? നരന്റെ വാരിയലിൽ നിന്ന് എടുത്തുകൊണ്ടാണ്, അല്ലെ? ഇവിടെ മറ്റൊരു ക്രിയേഷനാണ് കാണിക്കുന്നത്. മറ്റേത് മണ്ണ് കുഴച്ച് നാസ്തരങ്ങൾ ഊതി സൃഷ്ടിച്ച ദൈവത്തിന്റെ സൃഷ്ടിയെ കുറിച്ച് പഠിപ്പിക്കുന്നു. ഇവിടെ ഇതാ ബന്ധത്തെ, വിവാഹ ബന്ധത്തെ കുറിച്ചുള്ള ഒരു ഗാഢമായ ബന്ധത്തെ കുറിച്ചുള്ള ഒരു ചിത്രമാണ് ഈ യാഹ്വേസ്റ്റിക് ട്രഡീഷനിലൂടെ നമ്മെ പഠിപ്പിക്കുക. ഇവിടെ എന്താണ്? അസ്ഥിയുടെ അസ്ഥിയാണ്, മാംസത്തിന്റെ മാംസമാണ്. ഇവിടെ നമ്മൾ ഇനി അടുത്ത ഒരു സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കാര്യമുണ്ട്, കോംപ്ലിമെന്റാരിറ്റി, അതായത് പരസ്പര പൂരകത്വം എന്താണെന്ന് നമ്മൾ പഠിക്കും. ഇവിടെയാണ് ഇതാ ഈ പുരുഷന്റെ അസ്ഥിയിൽ നിന്നും ഒരു സ്ത്രീയെ അവളുടെ മറ്റൊരു അസ്ഥി എടുത്ത്, ആ വാരിയിലെടുത്ത് സൃഷ്ടിക്കുന്നു. ഇവർ രണ്ടുപേരും ചേരുന്നു. ഇനി ഇവർ ഒന്നാണ്. കേട്ടോ, ഒന്നാണ്, ചേരുമ്പടി ചേരുന്നു. കേട്ടോ, ചേരുമ്പടി ചേർക്കുക, അല്ലെ? അങ്ങനെയൊരു അവസ്ഥയിലേക്ക് വരുന്നതിനെ കുറിച്ചാണ് നമ്മൾ പിന്നീട് പറയുക. എനിവേ, ഇതാ ആയതിനാൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്, ഇവിടെയും കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, വർദ്ധിച്ചു പെരുകുക, പരസ്പരം ഒന്നാകുക. എന്തൊക്കെ പറഞ്ഞത്? വർദ്ധിച്ചു പെരുകുക, പരസ്പരം ഒന്നാകുക. ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. നരനെയും നാരിയെയും എടുത്ത് പറഞ്ഞതാ, നീ വർദ്ധിച്ചു പെരുകുക. രണ്ടുപേരുടെയും ജീവിതത്തിലെ അവിടുന്ന് കൊടുത്ത കൃപയനുസരിച്ച് അവിടുത്തെ ഇതാ ഒന്നാക്കി, മാത്രമല്ല വർദ്ധിച്ചു പെരുകാനായിട്ട് കൃപയും കൊടുത്തു. ഇവിടെ നമുക്ക് നോക്കാം. ഇനിയാണെങ്കിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള ആ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് എഫേസോസുകാരുടെ ലേഖനത്തില് 2-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ ദിവസം അച്ഛൻ പറഞ്ഞു, നമ്മളിപ്പോൾ നോക്കുന്നത് ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളിലൂടെയാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ ഇപ്പൊ കാണുന്നത്.
ബൈബിൾ അതുപോലെ തന്നെ സഭയുടെ മതബോധന ഗ്രന്ഥം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നതെന്ന് നമ്മൾ പഠിക്കണം. എഫെസ്യരുടെ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ തിരുവചനം. നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടുന്ന് പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്, നാം ദൈവത്തിന്റെ കരവേലയാണ്. അപ്പൊ എന്താ അതിനർത്ഥം? ആദ്യം നേരത്തെ പറഞ്ഞ സൃഷ്ടി പൗലോസ് പറഞ്ഞു കൊടുക്കുകയാണ്, എഫെസ്യയിലെ ജനങ്ങളോട് പറയാണ്, ഇതാ നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്, ദൈവം നമ്മളെ സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ച തമ്പുരാൻ നമ്മോട് ആദ്യമേ തന്നെ മുൻകൂട്ടി ഒരുക്കിയ ചില നല്ല പ്രവൃത്തികളുണ്ട്. നല്ല പ്രവൃത്തി കണ്ടോ, നല്ലതും ചീത്തയായിട്ടുള്ള പ്രവൃത്തികൾ ഉണ്ട്. നല്ലത് ഏതാണോ ചീത്ത ഏതാണോ എന്നൊക്കെ നമുക്ക് പിന്നീട് കണ്ടുപിടിക്കാം, മനസ്സിലാക്കാം. അപ്പോ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി ഏതായിരുന്നു ദൈവം പറഞ്ഞ നല്ല പ്രവൃത്തികൾ? ഉൽപ്പത്തി പുസ്തകത്തിൽ 2 വാക്യങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ എന്താ മനസ്സിലാക്കിയത്? 1 പരസ്പരം ഒന്നാകുക, 2 പെരുകുക, അല്ലെ? കുഞ്ഞുങ്ങളുണ്ടാകുക, അല്ലെ? ക്രിയേഷൻ. അതാ കുഞ്ഞുങ്ങൾ ഉണ്ടാകുക, പെരുകുക, രണ്ടാമതായിട്ട് പരസ്പരം ഒന്നാകുക. ഈ ഒന്നാകാനുള്ള ഒരു തൃഷ്ണ നമുക്ക് തരുന്നത് നമ്മുടെ ലൈംഗികത. അത് പല രീതിയിൽ നമുക്ക് ഒന്നാകാൻ സാധിക്കും. നമ്മുടെ ഉള്ളിൽ ഒരു സ്ത്രീത്വമോ ഒരു പുരുഷത്വമോ ഉണർന്നാൽ നമുക്ക് ഒന്നാകാൻ സാധിക്കും. അത് ഏത് ലെവലിൽ എത്തണം എന്നുള്ളത് അച്ഛൻ പിന്നീട് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരാം, കേട്ടോ. പൗലോസ് പറയാണ്, ഇതാ നമ്മൾ മുൻകൂട്ടി ചെയ്യാൻ വേണ്ടി ദൈവം ഒരുക്കിയ നല്ല പ്രവൃത്തികൾ. അത് ഏതൊക്കെയായിരിക്കും നല്ല പ്രവൃത്തികൾ? ഈ 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും. പിന്നെ ഇപ്പൊ നിങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട നല്ല പ്രവൃത്തികൾ എന്തൊക്കെയാണ്? ഇപ്പോ ഈ കുഞ്ഞുങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ മാതാപിതാക്കൾ അനുസരിക്കുക, കൃത്യമായിട്ടുള്ള പഠനങ്ങൾ, അല്ലെ? പാഠങ്ങളൊക്കെ പഠിക്കുക, അതുപോലെ തന്നെ നല്ല വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കുക, ചീത്തത്വങ്ങളിലേക്ക് പോകാതിരിക്കുക. ഇതൊക്കെയാണ് നല്ല പ്രവൃത്തി. ഇങ്ങനെ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നിങ്ങൾ, കേട്ടോ. യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട. അപ്പൊ നമ്മളെല്ലാവരും യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? പുരുഷനും സ്ത്രീയുമായിട്ട് സൃഷ്ടിക്കപ്പെട്ടു. എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടത്? ദൈവം മുൻകൂട്ടി ഒരുക്കിയ നല്ല പ്രവൃത്തികൾ നമ്മിലൂടെ നിറവേറണം, അല്ലെ? ഇപ്പൊ നമുക്ക് നോക്കാം. ഇനി ഇപ്പൊ ഇത്രയും പറഞ്ഞു നിൽക്കി നമുക്ക് ദൈവം തന്നിട്ടുള്ള ആ ലൈംഗികത, നമുക്ക് തന്നിട്ടുള്ള ആ ദാനം, അല്ലെ? ഞാൻ പറഞ്ഞു ഇതെന്റെ മാത്രം, എനിക്കാണ് അതിന്റെ മേൽ കൺട്രോൾ ഉള്ളത്. ഇതിന്റെ മേലെ ആർക്കും കൺട്രോൾ ചെയ്യാൻ, എന്റെ ലൈംഗികതയുടെ മേലെ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ദൈവം സൃഷ്ടിച്ച സൂര്യന്റെ മേൽ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. ദൈവം സൃഷ്ടിച്ച എല്ലാത്തിന്റെ മേൽ കൺട്രോൾ ഒക്കെ ദൈവത്തിന്റെയാണ്. മനുഷ്യൻ എന്തെങ്കിലും മിസ്യൂസ് ചെയ്യുന്നത് മാത്രം. പക്ഷെ ഇവിടെ ഇതാ ഇതിന്റെ കൺട്രോൾ മുഴുവൻ എനിക്ക് തന്നിരിക്കുകയാണ്. ദൈവത്തിന് ഇതിലൊന്നും ഇടപെടാൻ പറ്റില്ല. എന്റെ ലൈംഗികത എന്റെ ദൈവിക ദാനമാണ്, എനിക്ക് തന്നതാണ്. ഇനി അവിടെ നിന്ന് ഞാൻ മരിക്കുമ്പോഴാണ് അത് തിരിച്ചിട്ടുള്ളൂ. അപ്പൊ അത് ഇനി ഞാനാണ് കെയർ ചെയ്യുന്നത്, ഞാനാണ് എന്റെ കയ്യിലെടുത്തത്. നോക്കാം, ലൈംഗികത കേൾക്കണം കേട്ടോ. ലൈംഗികത എന്നത് ദൈവം സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ മനുഷ്യന് നൽകിയിട്ടുള്ള വലിയ നന്മയാണ്. ഏറ്റവും വലിയ ക്ലിയർ ആയല്ലോ. ആ വചനഭാഗം വായിച്ചപ്പോൾ മനസ്സിലായില്ലേ? മനുഷ്യൻ നൽകിയിട്ടുള്ള കണ്ണ് തന്നിട്ടുണ്ട്, കാത് അതിൽ എല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കണ്ണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാത് നമ്മുടെ ബോഡിയിൽ ഒരു തലമുടി നാരിട പോലും വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ നമ്മൾ കുറച്ചും കൂടി ഈ ക്ലാസ്സിന് കുറച്ച് കൊഴുപ്പുണ്ടാകാൻ, അല്ലേ? കുറച്ചും കൂടി ഉഷാറുണ്ടാക്കാൻ നമ്മൾ പറയാം ഏറ്റവും വലിയ നന്മയാണ് ദൈവം. അതെന്തുകൊണ്ട് അത് ഏറ്റവും വലിയ നന്മയാണെന്ന് പറയാൻ കാരണം നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത് എന്താണ്? ദൈവിക പ്രവൃത്തിയാണ്. ദൈവത്തിന്റെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർദ്ധിക്കുക, പെരുക, അല്ലെ? ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുപോലെ സ്നേഹിക്കുക. അപ്പൊ കണ്ണില്ലെങ്കിലും സ്നേഹിക്കാൻ പറ്റുമോ? യെസ്, കണ്ടോ, അല്ലെ? കാതിലെങ്കിലും സ്നേഹിക്കാൻ പറ്റും, സ്നേഹിക്കാം. കയ്യിലെങ്കിലും സ്നേഹിക്കാൻ പറ്റും, സ്നേഹിക്കാം. അപ്പൊ ആ സ്നേഹിക്കാനുള്ളൊരു വികാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് നമ്മളിലുള്ള സെക്സാണ്, നമ്മളിലുള്ള ലൈംഗികത. നമ്മൾ ഏതാണോ, പുരുഷനാണോ സ്ത്രീയാണോ ആരെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു നന്മ നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് നോക്കണം, ഈ ലൈംഗികത എന്ന് പറയുന്നത് ജീവിതത്തിലെ സകല മേഖലകളെയും സ്പർശിക്കുന്നത്, സ്വാധീനിക്കുന്നത് ചെയ്യുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വികാരമാണ്. എന്താണ്? എല്ലാ മേഖലകളെയും, കേട്ടോ. ഏതാണ് എല്ലാ മേഖലകളും എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? കുട്ടിക്കാലം മുതലേ ജനിച്ചു വളരുന്ന കുട്ടി അമ്മയുടെ ഉദരത്തിൽ ഉരുവായി പുറത്തേക്ക് വരുന്നു. ആ കുഞ്ഞിന്റെ ശൈശവ കാലഘട്ടം, ആ കുഞ്ഞിന്റെ ബാല്യകാലഘട്ടം, ആ കുഞ്ഞിന്റെ കൗമാര കാലഘട്ടം, ആ കുഞ്ഞിന്റെ യൗവന കാലഘട്ടം, വാർദ്ധക്യം, എല്ലാ കാലഘട്ടത്തിലും സെക്സിന്, ലൈംഗികതയ്ക്ക് കൃത്യമായ റോളുണ്ട്.
ശൈശവത്തിലെ കുട്ടിക്ക് വാർദ്ധക്യത്തിലെ കുട്ടിയുടെ അല്ലെങ്കിൽ വാർദ്ധക്യത്തിലെ അപ്പാപ്പന്റെ സൈസിലുള്ള ചിന്തകൾ കൊണ്ട് നടക്കാൻ പറ്റുമോ? പാടുണ്ടോ? ഇല്ല. കുഞ്ഞ് വളരുന്നതേ ഉള്ളൂ അല്ലെ. ആ കുഞ്ഞിന്റെ ആ സെക്സ്, ആ സമയത്തെ സെക്സിന്റെ ആ ലൈംഗികത അനുസരിച്ച് ആ കുട്ടിത്വം വളർന്നേ മതിയാകും. ആ ഓരോ ഘട്ടങ്ങളിലും കുട്ടി ഈ ലൈംഗികതയെ കുറിച്ചുള്ള ദൈവം നൽകിയിട്ടുള്ള ഈ ദാനത്തെ കുറിച്ച് മനസ്സിലാക്കി വളരുമ്പോൾ പക്വതയുള്ള ഒരു കുട്ടിയായി മാറും. പക്വതയുള്ള ഒരു കുട്ടിയായി മാറണമെങ്കിൽ കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിലുള്ള ലൈംഗികതയുടെ അറിവുകൾ നേടിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ. അതിനു വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സഭ പഠിപ്പിക്കുന്ന വിശ്വാസികൾ എന്ന നിലയ്ക്ക് സഭ പഠിപ്പിക്കുന്ന രീതിയിലുള്ള അറിവുകൾ കാര്യമായിട്ട് നമുക്ക് ലഭിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? എല്ലാ വീഡിയോയും എല്ലാ എന്താ പറയുന്ന വിൻഡോസും അല്ലെ, മൊബൈൽ ഫോണിൽ എല്ലാ ചാനലുകളും നമ്മൾ നോക്കും, അന്വേഷിക്കും. നമ്മൾ അതിലൊക്കെ വീണുപോയി നമ്മുടെ നല്ല സമയം നമ്മൾ വെറുതെ പാഴാകും. രണ്ടാമതായിട്ട് നോക്കണേ, ലൈംഗികത മാറ്റി നിർത്തിയാല് മനുഷ്യന്റെ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ അസ്തിത്വം, ഐഡന്റിറ്റി പൂർണ്ണമാവില്ല. നമ്മുടെ ഐഡന്റിറ്റി എപ്പോഴാണ് പൂർണ്ണമാവുന്നത്? നമ്മുടെ ലൈംഗികതയാണ് അല്ലെ. ഇപ്പൊ നോക്കണേ, നമ്മുടെ ആധാർ കാർഡ് എടുത്ത് നോക്കിയാലും വോട്ടർ ID എടുത്ത് നോക്കിയാലും റേഷൻ കാർഡ് എടുത്ത് നോക്കിയാലൊക്കെ എന്താവും? രാജു ബ്രാക്കറ്റിലുണ്ടാവും പൂ അല്ലെ, പുരുഷൻ. അങ്ങനെ നിങ്ങളെല്ലാം സ്ത്രീ അല്ലെ ഉണ്ടാവില്ലേ? എല്ലാവർക്കും അത് അവരുടെ ഐഡന്റിറ്റിയാണ്, എല്ലാവരും ഉണ്ടാവും. അപ്പൊ ഐഡന്റിറ്റി പൂർണ്ണമാകണമെങ്കിൽ എന്താവണം? നിങ്ങളുടെ വീട്ടുപേര് പറഞ്ഞിട്ട് ആനാപ്പറമ്പിൽ കൊച്ചോസേഫ് മോള് ജോസ്ഫീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായോ? വലിയ അപ്പുറത്ത് ഒരു സ്ത്രീ വേണം അല്ലേ? അതും കൂടെ എഴുതിയാണ് ഐഡന്റിറ്റി കാർഡിൽ പൂർണ്ണതയുള്ളൂ. അപ്പൊ നിങ്ങളുടെ SSLC ബുക്ക് ആയിക്കോട്ടെ, നിങ്ങളുടെ സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് എല്ലാത്തിലും ഈ ഐഡന്റിറ്റി പൂർണ്ണമാകണമെങ്കിൽ നമ്മുടെ ലൈംഗികതയെ അല്ലെങ്കിൽ നമ്മുടെ സെക്സിനെ ആണ്. ഇനി നോക്കണം, ശാരീരികവും ആത്മീയവുമായിട്ടുള്ള എല്ലാ വശങ്ങളെയും സ്വാധീനിക്കുന്നതോടൊപ്പം ഈ ലൈംഗികത എന്റെ ആത്മീയ വശത്തെ, ആത്മീയ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഈ ലൈംഗികത എന്റെ ഭൗതിക ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോ ഇതൊക്കെ പിന്നെ മറ്റു ആളുകളുമായിട്ടുള്ള ബന്ധത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിതിനെ കുറിച്ച് ബോധ്യം ഉണ്ടാകും. ഞാൻ രണ്ട് മൂന്ന് അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മളിന്ന് നോക്കണം, നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നത് അച്ഛൻ പറഞ്ഞ ഈ അടുത്ത ദിവസത്തിലെ ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്യുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. ഒന്നാമതായിട്ട്, ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായിട്ടാണ് എന്നുള്ള കോൺസെപ്റ്റ് സഭ പഠിപ്പിക്കുന്ന ആ ഭാഗം നമ്മൾ മനസ്സിലാക്കും. രണ്ടാമതായിട്ട്, ഈ പുരുഷനും സ്ത്രീയുമാകുമ്പോൾ ഈ പുരുഷന്റെയും സ്ത്രീയുടെയും വ്യത്യാസങ്ങൾ അത് അവർ ഒന്നു ചേരുമ്പോൾ അത് ഒന്നായി മാറുന്നു. അതിനെ വിളിക്കുന്ന പേര് പരസ്പര പൂരകത്വം അല്ലെങ്കിൽ കോംപ്ലിമെന്റാരിറ്റി. ഇതിനെ നമ്മൾ പഠിക്കും. മൂന്നാമതായിട്ട്, നമ്മൾ ഇത് പഠിച്ചത് തന്നെ ലൈംഗിക ദൈവദാനമാണ്, ദൈവത്തിന്റെ ദാനമാണ് മനസ്സിലായി. നാലാമതായിട്ട്, ഈ സെക്ഷുവാലിറ്റിയുടെ ലക്ഷ്യം എന്താണ് അത് നമ്മൾ കൃത്യമായി അല്ലെ, പർപ്പസ് ഓഫ് സെക്ഷുവാലിറ്റി, നമ്മുടെ ലൈംഗിക ലക്ഷ്യം എന്താണ്? പരസ്പരം സ്നേഹിക്കാനും പ്രജനനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് പഠിച്ചു. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ലൈംഗികത എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മുന്നോട്ട് പോകുമ്പോൾ, ഫ്രം ദ ടൈം ഓഫ് മാരേജ്, കല്യാണം തുടങ്ങുമ്പോൾ എങ്ങനെയാണ്, അതിനുശേഷം ദാമ്പത്യ ജീവിതത്തിൽ എങ്ങനെയാണ്, അതുപോലെ ദമ്പതികൾ പരസ്പരം സ്നേഹിക്കുന്നത് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ച് നമ്മൾ നോക്കും. പിന്നീട് കാണുന്നത് ഈ ഗിഫ്റ്റ് എങ്ങനെ ഉത്തരവാദിത്വത്തോടുകൂടെ നമ്മൾ കൊണ്ടു നടക്കും. നമ്മൾ എങ്ങനെ ഉത്തരവാദിത്വം? ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, ഇലക്ട്രോണിക് മീഡിയ ഒക്കെ നമുക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തരുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അറിയാതെ നമ്മള് അതിലേക്ക് വീണ് പോകാം. പല കഥകളും പല സിനിമകളൊക്കെ കാണുമ്പോൾ അല്ലെ, ഇപ്പൊ പുതിയൊരു സിനിമ വന്നത് എന്താണ്? സൂഫിയും സുജാതിയും സിനിമ വന്നു. സിനിമ ഒക്കെ കണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനുള്ളിൽ നമ്മൾ അറിയാതെ ഒരു വല്ലാത്തൊരു പ്രശ്നം കിടക്കുന്നു അല്ലെ, ഒരു പ്രശ്നം കിടക്കുന്നു. നമ്മൾ അന്വേഷിച്ചാൽ മനസ്സിലാക്കും അതെങ്ങനെയാണ്. അത് ഈ ബന്ധത്തെ നമ്മൾ ഒരാളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാ സ്നേഹിക്കേണ്ടത്? കുറെ കാര്യങ്ങൾ അതിലൂടെ പറയുന്നുണ്ടായിരിക്കും, കുറെ ആത്മീയ വശങ്ങളോ ഇതൊക്കെ ഉണ്ടായിരിക്കും. അതൊന്നും അച്ഛൻ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇങ്ങനെയുള്ളത് കാണുമ്പോൾ ഒരാളോട് പ്രണയിക്കാനായിട്ടൊരു ഇഷ്ടം തോന്നാനായിട്ട്, ഇങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം, ഇങ്ങനെ ആയാൽ എന്താ കുഴപ്പം എന്ന് അല്ലെ, ശരിയല്ലേ? അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ ട്രാപ്പിൽ വീഴും. ഈ വാർത്ത പറഞ്ഞ പോലെ സൗഹൃദം
സൗഹൃദത്തിൽ വരുന്ന ഒരുപാട് സന്തോഷങ്ങൾ, സുഖങ്ങൾ, അങ്ങനെ നമ്മൾ ട്രാപ്പിൽ വീണ് കഴിഞ്ഞാൽ അവസാനം നമുക്ക് ഇങ്ങാൻ പറ്റില്ല. ഒത്തിരി ആളുകളുടെ ജീവിതാനുഭവങ്ങളുണ്ട്, ഒത്തിരി ആളുകളുടെ ജീവിതാനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുകിടക്കണം, വിട്ടുപോരാൻ പറ്റില്ല. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഈ സഹോദരന്റെ അപ്പന്റെ ഒരു ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു ആശുപത്രിയിൽ പോയപ്പോൾ അവിടെ ഒരു മകൾ പറഞ്ഞതാണ്, കണ്ടൊരു മകൾ എന്നെ പരിചയമുള്ള വിട്ടുപോരാൻ പറ്റാത്ത രീതിയിൽ പെട്ടുകിടക്കുക. ഒരുപാട് കാലം മുമ്പ് അവര് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു ചെറുപ്പക്കാരനുമായിട്ട് പ്രണയത്തിലായി, വിട്ടുപോരാൻ പറ്റുന്നില്ല. പലപ്പോഴും ആ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പലപ്പോഴും ഹോട്ടലിൽ മുറികളൊക്കെ എടുത്ത് താമസിക്കും. വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിരിക്കുക. എന്ത് സംഭവിച്ചു? ഒരിക്കൽ വീണപ്പോൾ എന്ത് സംഭവിച്ചു? അടുത്തയാള് ആരും പ്രശ്നമൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ഞാൻ കിടന്നുറങ്ങാൻ ആരുടെ കൂടെ വേണമെങ്കിലും, ഇങ്ങനെ അവസ്ഥയിലേക്ക് നമ്മൾ പോകും. അപ്പൊ ഇത് വല്ലാത്തൊരു അപകടമാണ്. ബി കോഷ്യസ്, ബി അലേർട്ട്. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഇതിനെ കൈകാര്യം ചെയ്ത സന്തോഷം. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ലൈംഗികതയിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്യൂരിറ്റി, ശുദ്ധത എന്ന് പറഞ്ഞൊരു വാക്ക്. എന്ന് പറഞ്ഞാൽ എന്താണ് ശുദ്ധത? പ്യൂരിറ്റി. അത് സഭ പഠിപ്പിക്കുന്നത് എന്താണ് ശുദ്ധത? ഇതൊരു മഹാപുണ്യമാണ്. അത് പരിശുദ്ധാത്മാവ് നൽകുന്ന പുണ്യമാണ്. ആ പുണ്യത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ പഠിക്കും കേട്ടോ. ഇതോടൊപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു കാര്യം, ഈ സെക്സ്വൽ ഈവിൾസ്, ഈ ലൈംഗികത തിന്മകൾ ഒരുപാടുണ്ട്. ഇതെന്തൊക്കെയാണെന്ന്, അതെങ്ങനെയാണ് നമ്മളെ ട്രാപ്പിൽപ്പെടുത്തി നമ്മൾ തകർക്കുക എന്നുള്ളത് നമ്മൾ നോക്കും. അത് പ്രധാനപ്പെട്ട നമ്മൾ ചർച്ച ചെയ്യുന്നത് വിഷയാസക്തി, ലസ്റ്റ് നമ്മൾ നോക്കും. രണ്ടാമത് സ്വയംഭോഗം, മാസ്റ്റർബേഷൻ. മൂന്നാമതായിട്ട് അവിവാഹിത വീഴ്ച, അതായത് പ്രീമാരിറ്റൽ, കല്യാണത്തിന് മുമ്പുള്ള ബന്ധങ്ങൾ. പിന്നെ വൾഗാരിറ്റി, അശ്ലീല കലകൾ എന്ന് പറഞ്ഞാൽ അശ്ലീലമായിട്ടുള്ള ചിന്ത, സംസാരം, അതുപോലെ തന്നെ നമ്മുടെ അന്വേഷണങ്ങളൊക്കെ അതിൽപ്പെടും. പിന്നെ നമ്മൾ കാണുന്നത് വ്യഭിചാരം, അഡൾട്ടറി, പിന്നെ റേപ്പ്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. വീണ്ടും അതിനോട് ബന്ധപ്പെട്ട നോക്കാൻ ഹോമോസെക്ഷുവാലിറ്റി, ലെസ്ബിയൻ റിലേഷൻഷിപ്പ്, സ്വവർഗഭോഗം, സ്വന്തം വർഗത്തിൽപ്പെട്ട ആളുകളുമായിട്ട് എന്ന് പറഞ്ഞാൽ പുരുഷൻ, സ്ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലേക്ക് പോകുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് എക്സ്ട്രാ മെരിറ്റൽ സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹിതരാണ്, എന്നിട്ട് വീണ്ടും ഒത്തിരി ആളുകൾ കൗൺസിലിങ്ങിന് വരുന്ന ഇഷ്യൂസ് ഇതാണ്. ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളും കൗൺസിലിങ്ങിനായിട്ട് വരും. മക്കള് പെട്ടുകിടക്കുക, ഒരു തരത്തിലും പുറത്തു കിടക്കാൻ പറ്റാതെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ് ചർച്ച ചെയ്യുന്നത്? ഇത് ചർച്ച ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് നമ്മുടെ ജീവിതത്തിന് ഗുണകരമാകും എന്നുള്ളത് ഉറപ്പാണ്. അത് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കതൊരു ഗുണകരമാകും. ഇനി ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതിൽ നിന്നൊക്കെ അതിജീവിക്കാൻ സാധിക്കുമോ? അതിജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വളരെ. ഒന്നാമത് നമ്മുടെ ഉള്ളിലുള്ള ഗിൽട്ട് കോൺഷ്യസ്നെസ്. നമ്മൾ എപ്പോഴും ഒരു ലൈംഗിക പാപത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് കുറ്റബോധം കൊണ്ട് നിറയും. കുറ്റബോധം ആര് തരുന്നതാ? പിശാച് തരുന്ന കുറ്റബോധം തരുന്ന പിശാച്. കുറ്റബോധം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുറ്റബോധം വന്നാൽ എന്ത് സംഭവിക്കും? അവരെന്നാ ചെയ്യുന്നത്? ആദ്യമാതാപിതാക്കള് മരത്തിന്റെ മറയിൽ ഒളിക്കാൻ കാരണം എന്തായിരുന്നു? ഉള്ളില് ഭയം ഉണ്ടായി. കുറ്റബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഭയം എന്തായാലും ഉണ്ടാവും. ഭയം തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് അതേ തുടർന്നുള്ള എല്ലാവിധ പാപങ്ങളും വരും. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ കുറ്റബോധത്തിന് ആവശ്യമില്ല. കാരുണ്യമുള്ള കർത്താവ് നമ്മുടെ മുന്നിലുണ്ട് എന്ന് വിചാരിച്ച് പാപം ചെയ്യാമെന്ന് വിചാരിക്കരുത്. ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവിടത്തേക്ക് എൻ്റെ വീക്ക്നെസ്സസ്, എൻ്റെ ബലഹീനതകളൊക്കെ അറിയാം. അതുകൊണ്ട് അവിടെ നിന്ന് ഏറ്റവും. അപ്പൊ പിന്നെ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ എടുക്കുന്ന കുറച്ച് ചിന്തകള് അച്ഛൻ പറഞ്ഞിട്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടെ ഭംഗിയായിട്ട് നമുക്ക് പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ അറ്റ് എ ടൈം ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇതില് പ്രധാനപ്പെട്ട നമ്മുടെ വികാരങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചിന്തിക്കും. ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്. പ്രധാനമായിട്ട് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് നമുക്കറിയാം. ഹാപ്പിനെസ്, സാഡ്നെസ്, ഫിയർ, ഡിസ്ഗസ്റ്റ് ആൻഡ് ആങ്കർ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്ന് നമ്മൾക്കറിയാം. ഇവയൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അന്വേഷിക്കുന്നത് ഈ ഫീലിങ്സിന്റെ ഇടയിൽ നമ്മുടെ ഈ ലൈംഗികത
അത് എപ്രകാരമാണ് ഉണരുക? നിങ്ങളുടെ ചില കുട്ടികൾക്കുള്ള ചോദ്യം ഇതാണ്, അച്ഛാ എങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ ഈ ചിന്തകൾ മാത്രം വരുന്നത്? അവിടെ പോയിരുന്നാലും ഇവിടെ പോയിരുന്നാലും ഇതിനെങ്ങനെ മറികടക്കുക? ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള സംശയങ്ങളാണ്. ചിലപ്പോൾ നമ്മളെ അസ്വസ്ഥപ്പെടുന്ന മറ്റൊരു കാര്യം, ഇവിടെ ഒരാളെന്നോട് ചോദിച്ച ചോദ്യമാണ്, എന്തുകൊണ്ടാണ് മനുഷ്യരെല്ലാവരും ഇതിലേക്ക് ചെന്ന് വീഴുന്നത്? എന്താ ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. കാരണം നമുക്ക് ചുറ്റും എന്താണ് ഈ പറഞ്ഞ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന വാർത്തകളാണ്, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന സിനിമകളാണ്, നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന കഥകളാണ്, നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന നോവൽസ് ആണ്. ഇതൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിയാതെ ഇതങ്ങ് ഉണരും ഇതിലേക്ക് നമ്മൾക്ക് ചായവുണ്ടാവും. എന്തായാലും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ക്ലാസ് കൂടെ അവസാനിപ്പിക്കുന്നു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത് ദൈവത്തിന്റെ സൃഷ്ടി കർമ്മത്തെ കുറിച്ച് മാത്രമേ ചർച്ച ചെയ്തിട്ടുള്ളൂ. ആ ചർച്ചയിൽ അവിടെ നിൽക്കട്ടെ. ബാക്കി എല്ലാ കാര്യങ്ങളും അടുത്ത ക്ലാസ്സിൽ പറയാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വലിയ ദാനമാണ് ഞങ്ങളുടെ ലൈംഗികത. ഞങ്ങൾ അറിയുന്നു, മനസ്സിലാക്കാം. ഈ ദാനത്തെ യഥാർത്ഥ രീതിയിൽ ഉപയോഗിക്കുക, ഈ സമ്മാനത്തെ ഞങ്ങളുടെ സ്വന്തമാക്കുവാനും അത് വളരെ സീക്രട്ടായിട്ട് പ്രഷ്യസ് ആയിട്ട് അത് ഉപയോഗിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവേ.